ശരിക്കും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്? രണ്ട് പാർട്ടികളുടെ ആൾക്കാരും പരസ്പരം ന്യായീകരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരുടെ മേലും നല്ല തെറ്റുണ്ട്. പക്ഷെ ഒരിക്കലും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോകണില്ല. പരസ്പരം പഴിചാരിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു വിവാദം ഇനി മുമ്പോട്ട് പോവുക. കരൂരിൽ നടന്ന സംഭവത്തിന് ശേഷം വിജയ് 2 ദിവസമായിട്ട് ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് TVKയുടെ ഒഫീഷ്യൽ പേജിൽ തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேலே வச்சிருக்கிற தங்கும் பாசம். സോ കരൂരിൽ ഈ സംഭവത്തിന് ശേഷം വിജയ് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ 2 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വിജയ് പുറത്തിറക്കിയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും വിജയ് നമുക്ക് അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു യാതൊരുവിധ മുൻപരിചയം ഇല്ലാണ്ടാണ് വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സോ അങ്ങനെ ഒരാൾക്ക് തൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ തന്നെ ഇത്രയും ഒരു വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും വിജയ് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏകദേശം 40-41 പേരുടെ മരണത്തിന് TVK എന്ന ആ ഒരു പാർട്ടിയാണ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വിജയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഡയറക്റ്റായിട്ട് പെട്ടെന്നൊരു ആൻസർ പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇനിയാണ് പുള്ളിക്കാരൻ ഇറക്കിയ വീഡിയോനെ കുറിച്ച് എനിക്ക് 2-3 അഭിപ്രായങ്ങൾ പറയാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ TVK എന്ന പാർട്ടിയുടെ ന്യായീകരണങ്ങൾ മാത്രം തന്നെ ഉള്ളൂ. ഒരിക്കലും ഒരു പോയിന്റിൽ പോലും അവരുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഒരു പോയിന്റും വിജയ് പറയുന്നില്ല. ആസ് എ പൊളിറ്റിക്കൽ ലീഡർ തൻ്റെ പാർട്ടിയുടെ പ്രചരണത്തിന് വരുന്ന ഓരോ ആൾക്കാരുടെയും, അതായത് ഇപ്പോൾ 100 ആണെങ്കിലും ശരി, 1000 ആണെങ്കിലും ശരി, 10,000 ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ 1,00,000 ആണെങ്കിലും ശരി, അവരുടെ ഓരോരുത്തരുടെയും സേഫ്റ്റിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ആ പാർട്ടിയുടെ നേതാവിനാണ്. അതായത് ഈ ഒരു അവസരത്തിൽ TVKയുടെ നേതാവായിട്ടുള്ള വിജയ്ക്കുള്ളതാണ്. സോ 10,000 പേര് മാത്രം ഒതുങ്ങുന്ന ആ ഒരു സ്ഥലത്ത് 1,00,000 പേരെ കൊണ്ടുവന്നത് വിജയുടെ തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ വിജയ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ പാർട്ടിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് വെറും 10,000 പേര് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഏകദേശം 1,00,000-ന് മുകളിൽ ആൾക്കാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കൂടാതെ തന്നെ ഒരുപാട് അപകട സാധ്യതകൾ നിരത്തി വെക്കുന്ന സാഹചര്യം കൂടെ അവിടെ ഉണ്ടാക്കുന്നുള്ളതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിജയനെ മാത്രം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരുത്തന്നെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കുട്ടികളെയും സ്ത്രീകളെയും ആ അത്രയും വലിയ ക്രൗഡിനകത്തേക്ക് പറഞ്ഞു വിടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെയുള്ള എത്ര കുട്ടികൾക്കറിയാം ഇത് TVKയുടെ നേതാവാണ്, അല്ലെങ്കിൽ ഞാൻ കാണാൻ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയാണെന്നുള്ള എത്ര പേർക്ക് ആ കുട്ടികളുടെ മനസ്സിലിതുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ആരാധിക്കുന്ന ഒരു ഫാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആസ് എ ഫാനായിട്ടായിരിക്കും വിജയനെ അവിടെ കാണാൻ പോയിട്ടുണ്ടാവുക. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ആക്ടർ വിജയൻ്റെ ആ ഒരു ഫേസ് കൊണ്ടാണ്, ആ ഫേസ് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവിടെയുള്ള ഓരോ കുട്ടികളും പോയിട്ടുണ്ടാവുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ TVKയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതൊക്കെ തന്നെയാണ്. അതായത് 10,000 പേർക്ക് പെർമിഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഇത്രയും പേരെ എത്തിച്ചത്. ഇനിയിപ്പോൾ എത്രയും പേരെ എത്തിച്ചാലും എത്തിച്ചില്ലെങ്കിലും ശരി, അവിടെ വന്നിട്ടുള്ള ഓരോ ആൾക്കാരുടെയും സേഫ്റ്റിയുടെ റെസ്പോൺസിബിലിറ്റി TVKയുടെ തന്നെയാണ്. കാരണം ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ആ പരിപാടി ആരാണോ നടത്തുന്നത് അവർക്ക് മാത്രമായിരിക്കും അവിടത്തുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അതിപ്പോൾ DMKയുടെ ഭാഗത്തേക്ക് സ്റ്റാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ലോജിക്കലി മിസ്റ്റേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഞാനെല്ലാം കൂടെ ആലോചിച്ചിട്ട് സ്റ്റാലിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ നിന്നപ്പോൾ ഇതിപ്പോൾ എന്തായാലും മിസ്റ്റേക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ DMKയുടെ ഓരോ പരിപാടിയും കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് TVKക്ക് ഇവർ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇവർ പകരം കൊടുത്തിട്ടുള്ളത് ഒരു 10,000 പേർക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. സോ അതുകൊണ്ട് മേ ബി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വിജയുടെ മേലത്തേക്ക് ഇടാന്നുള്ളൊരു പൊളിറ്റിക്കൽ ഗെയിം എനിക്ക് തോന്നുന്നു DMKക്ക് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിനകത്തേക്ക് കൂടുതൽ പറയാൻ അറിയില്ലെങ്കിലും മേ ബി ഇതും അവരൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവാം. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇട്ടേക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പാർട്ടി പരിപാടികളൊക്കെ, അതായത് ധാരാളം ക്രൗഡ് പുള്ളിങ് ഉള്ള പരിപാടികൾ, അതിപ്പോൾ എന്തായാലും ശരി, ഉത്സവമാണെങ്കിലും ശരി, ഇതുപോലുള്ള പാർട്ടി പരിപാടിയാണെങ്കിലും ശരി, എന്തായാലും മാക്സിമം
സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഈ ഒരു പരിപാടി നടത്തുക. അല്ലെങ്കിൽ പരിപാടിക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതുപോലുള്ള അപകടങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. സോ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അവരുടെ മീൻസ് നമുക്ക് എത്രമാത്രം അവിടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കും. സോ നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മളുടെ സേഫ്റ്റി. അത് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആ പരിപാടിക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. സോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.